ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാൻ ഇനി വെറും 3 ആഴ്ച മാത്രമാണ് ബാക്കി. ആരാകും ബിഗ് ബോസ് കിരീടം നേടുക എന്നതറിയാനുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. 10 മത്സരാർത്ഥികളിൽ ലക്ഷ്മി കഴിഞ്ഞ ദിവസം എവിക്റ്റ് ആയിരുന്നു. ഇതോടെ 9 മത്സരാർത്ഥികളാണ് ഇനി ഷോയിൽ ബാക്കിയുള്ളത്. വൈൽഡ് കാർഡ് എൻട്രിയായി എത്തി ശ്രദ്ധ നേടിയ മത്സരാർത്ഥിയായിരുന്നു ലക്ഷ്മി. ഷോയിൽ ലക്ഷ്മി നടത്തിയ പല പരാമർശങ്ങളും ഹൗസിനുള്ളിലും പുറത്തും വലിയ ചർച്ചയായി മാറിയിരുന്നു. പ്രത്യേകിച്ച് ആദില നൂറയെ തന്റെ വീട്ടിൽ കയറ്റില്ലെന്ന പരാമർശം. ഒരു ടാസ്കിന് പിന്നാലെയായിരുന്നു ആദിലയും നൂറയെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് ലക്ഷ്മി പറഞ്ഞത്. പിന്നാലെ വലിയ ചർച്ചകൾ നടന്നു. ഫാമിലി വീക്കിൽ ഇരുവരെയും സിറ്റൗട്ടിൽ ഇരുത്താമെന്ന് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇടയ്ക്ക് അമ്മ പറഞ്ഞല്ലോ വീട്ടിൽ വരാമെന്ന തരത്തിൽ ആദിലയെയും നൂറയെയും ലക്ഷ്മി ക്ഷണിച്ചതും ഹൗസിനുള്ളിൽ കാണാൻ സാധിച്ചു. എന്നാൽ എവിക്റ്റായതിന് പിന്നാലെ വീണ്ടും ഇരുവരെയും വീട്ടിൽ കയറ്റില്ലെന്ന് ഉറപ്പിച്ചു തന്നെ ലക്ഷ്മി പറയുകയാണ്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ലക്ഷ്മി ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഇത് അൺഫെയർ എവിക്ഷൻ ഒന്നുമല്ല, ഇതൊരു ഗെയിമാണ്. എവിക്ഷൻ ഏത് ആഴ്ചയിൽ വേണമെങ്കിലും ആവാം. നിലവിൽ നെവിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി. ഗെയിമറാണ് നെവിൻ. ആദിലയും നൂറയും വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് മാറ്റി പറയണമെന്നും തോന്നിയില്ല. പറഞ്ഞ കാര്യത്തിൽ ഉറപ്പിച്ചു നിൽക്കുന്നുണ്ട് എന്നായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം. അതേസമയം എയർപോർട്ടിലെത്തിയ ലക്ഷ്മിക്ക് വലിയ സ്വീകരണമായിരുന്നു വീട്ടുകാരും സുഹൃത്തുക്കളും ഒരുക്കിയിരുന്നത്. പൂമാലയിട്ടായിരുന്നു ലക്ഷ്മിയെ അവർ സ്വീകരിച്ചത്. ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.